നിങ്ങൾ പ്രിഫർ ചെയ്യുന്നത് കോഫി ഓർ ടീ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയാം കോഫി എന്നാണ് കേട്ടോ. ഞാനൊരു കോഫി ലവറാണ്. പക്ഷേ റെഗുലറായിട്ട് അങ്ങനെ കോഫി കഴിക്കുന്ന ഒരാളല്ല. ഇടയ്ക്കൊരു മൈൻഡ് ചേഞ്ച് ഒക്കെ വരുമ്പോൾ ഞാൻ കോഫി യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പം ഇന്നെന്തോ വല്ലായ്മ തോന്നിയൊരു ഡേ ആണ്. അപ്പം ഇന്ന് രാവിലെ അങ്ങനെ ഒരു കപ്പ് കാപ്പി ഇട്ട് കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ആളോട് ചോദിച്ചു തനിക്കും എടുക്കട്ടെ ഒരു കപ്പ് കാപ്പിന്ന്. അപ്പം ആൾ പറഞ്ഞു ആ എടുത്തോളുന്നു കേട്ടോ. ചില സമയങ്ങളിൽ ഞാൻ പാതിരാത്രിയൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ കാപ്പി ഇട്ട് കുടിച്ചാലൊന്ന്. അപ്പം ആൾ പറയും ഈ സമയത്ത് ഇനിയിപ്പോൾ എന്തായാലും കാപ്പി വേണ്ട, ഉള്ള ഉറക്കം കളയണ്ടെന്ന് കേട്ടോ. എനിക്കറിയില്ല ഈ കാപ്പിയും ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ ഉറക്കം പോകുന്ന ആരാ പറഞ്ഞെന്നുള്ളത്. എനിക്കിതുവരെ എക്സ്പീരിയൻസ് ആയിട്ടില്ല. നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ പാക്കറ്റ് ഒരു വട്ടം യൂസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പം ഇനി രണ്ടാമത്തെ വട്ടമാണ് ഇവിടെ വന്നിട്ട് കാപ്പി ഇട്ട് കുടിക്കുന്നത്. ഇപ്രാവശ്യം ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ എൻ്റെ ബോക്സ് അൺബോക്സ് ചെയ്യുന്ന കണ്ടപ്പോൾ ആൾ നോക്കിയപ്പോൾ കുറച്ചധികം ഐറ്റംസ് ഞാൻ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് പാർസൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് അത്യാവശ്യമായിട്ട് വേണമെന്ന് തോന്നിയ കുട്ടി കുട്ടി ഐറ്റംസൊക്കെ ഞാൻ നാട്ടിൽ നിന്ന് പോകുന്നപ്പോൾ കൊണ്ടുവന്നു. ആ കൂട്ടത്തിലുണ്ടായിരുന്ന കേട്ടോ ഈ ഒരു പാക്കറ്റ്. അപ്പോൾ ഈ പാക്കറ്റ് ഞാൻ ഇതുപോലൊരു 6 ഫോൾഡ് ചെയ്തിട്ടാണ് റബ്ബർ ബാൻഡ് ഇട്ട് വെക്കാറുള്ളത്. ചെറിയ പാക്കറ്റുകളൊന്നും ഞാൻ അങ്ങനെ പൊട്ടിച്ച് കണ്ടെയ്നർ ഇട്ട് വെക്കാറില്ല. ഇത് തീർന്നു കഴിയുമ്പോൾ നമ്മൾ അടുത്ത പാക്കറ്റ് യൂസ് ആക്കലാണ് സാധാരണ ചെയ്യാറുള്ളത്. അല്ലെങ്കിൽ അതിൻ്റെ സ്മെല്ലും ആ ഒരു ടേസ്റ്റൊക്കെ പോയാലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ആൾ എന്നോട് ചോദിച്ചു ഇതൊക്കെ നാട്ടിൽ നിന്ന് കിട്ടാത്തതുകൊണ്ടാണോ, അല്ല ഒമാനിൽ കിട്ടാത്തത് കൊണ്ടാണോ നീ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതെന്ന് കേട്ടോ. ഇതൊന്നും ഒമാനിൽ കിട്ടാത്തത് കൊണ്ടല്ല. ചില സമയത്ത് നമുക്ക് നാടിൻ്റെ ഓർമ്മ വരില്ലേ, അപ്പം നമ്മളതൊന്ന് സ്കിപ്പ് ചെയ്യരുതല്ലോ. അതുകൊണ്ടാണ് ഇതൊക്കെ പോകുന്നപ്പോൾ ഞാൻ കൂടെ കൂട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കാപ്പി റെഡി ആയിട്ടുണ്ട്. ഒരു 3-4 അടി അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചു കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള കാപ്പി റെഡിയാണ് കേട്ടോ. ആദ്യം ഇതൊന്ന് സ്മെല്ല് ചെയ്യുക, അതിനുശേഷം ഊതിയിട്ട് കുടിക്കുക കേട്ടോ. ഊതി കുടിക്കുന്നതുകൊണ്ട് കാപ്പിയുടെ ടേസ്റ്റ് കൂടുകയാണ്. നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.